എല്ലാവർക്കും ദാരിദ്ര്യം കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അല്ലേ? ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ. അതിലേറ്റവും കൂടുതൽ വരുന്ന ബുദ്ധിമുട്ട് ദാരിദ്ര്യമാണ്, സാമ്പത്തികമായ ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറാൻ മഹാന്മാർ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ഒരു ദിക്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാനാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരുപാട് പേരാണ് എന്നെ ഫോണിലൂടെയും മറ്റുമായി കമൻറ്റ് സെക്ഷനിലൂടെയും മറ്റുമായിട്ടൊക്കെ സാമ്പത്തികമായ ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നത്. അള്ളാഹു എല്ലാവർക്കും മുക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം മാറാൻ, നമ്മുടെ ജീവിതത്തിലുള്ള സർവ്വവിധ ബുദ്ധിമുട്ടുകളും മാറാൻ, എന്തിനേറെ പറയട്ടെ 99 പരം വരുന്ന രോഗങ്ങൾക്കുള്ള മരുന്ന് എന്ന് പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ദിക്റാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏതാണ് ദിക്ർ? കേട്ടോളീൻ. സമയം കളയാതെ നേരെ ദിക്റിലോട്ട് തന്നെ കടക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. പരിശുദ്ധമായി ലാ ഹൗല. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ, ലേഹ്യങ്ങളിൽ വെച്ചേറ്റവും ഗ്രേഡുള്ളതാ, നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി തന്നതാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന അത്ഭുതകരമായ ദിക്ർ. ഈ ദിക്റിനെ കുറിച്ച് മറ്റൊരു കാര്യം, ഖൻസുൽ ജന്ന, സ്വർഗത്തിലെ നിധി എന്നാണ് ഈ ദിക്റിനെ കുറിച്ച് മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ചില സ്വാലിഹീങ്ങളായ ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്, സ്വപ്ന വ്യാഖ്യാതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഒരുപാട് ധാരാളം സമ്പത്ത് വരാൻ പോകുന്നുണ്ട് എന്നും ഒരുപാട് നിധികളും സ്വർണങ്ങളും അവൻ കാണാൻ പോകുന്നുണ്ട് എന്നുമാണ് അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം എന്ന് ചില ഉലമാക്കൾ രേഖപ്പെടുത്തിയതായി പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. അപ്പോൾ ഇൻഷാ അള്ളാഹ് ജീവിതത്തിൽ ലാ ഹൗല മുറുകെ പിടിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ ഇൻഷാ അള്ളാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ ഏറ്റവും കുറഞ്ഞത് 100 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അത് നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ, കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, 99 രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിക്ർ കൊണ്ട് കഴിയുന്നതാ. അതല്ലേ മുത്തു നബിതങ്ങൾ തന്നെ പറഞ്ഞത്, ഏറ്റവും 99 രോഗങ്ങൾക്ക് ശിഫയാണ് ലാ ഹൗല. അതിലേറ്റവും ചെറിയ രോഗമെന്ന് പറയുന്നത് ടെൻഷനാണ്. യാ സുബ്ഹാനല്ലാഹ്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് ചെറുതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, നമുക്ക് ടെൻഷൻ വലുതാണല്ലേ. അപ്പോൾ ആ ടെൻഷൻ മാറാൻ ഏറ്റവും ഉതകുന്നത് ലാ ഹൗലയാണ് എന്ന് ഓർമ്മപ്പെടുത്താണ്. ഒരുപാട് ടെൻഷനുകളാണ് നമുക്ക്, പലതരത്തിലുള്ള ടെൻഷൻ കൂടിയിട്ടാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധമായി ദിക്റിനെ മുറുകെ പിടിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വ ആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.